പറയാനുള്ളത് പറഞ്ഞോ, ബാക്കി മറ്റേത് ചെയ്യാം. മേക്ക് ഓവർ, വോയിസ് ഓവർ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങൾ ഇന്ന് എവിടെ നിൽക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എവിടെ നിൽക്കുന്നത്? ഇജന്നെ പറഞ്ഞോ, ഇജല്ല തുടങ്ങിയേ. സഹാറ സെൻറ്ററിലോട്ട് ഞങ്ങൾ വെറുതെ വന്നാണ്, ഷോപ്പിങ്ങിന് വന്നതാണ്. ഇതിൽ എന്തൊക്കെ ഉണ്ടെന്ന് അറിയോ? എൻ്റെ ഒരു ഹെയർ ബാൻഡ്, എൻ്റെ ഹെയർ ബോ, സോക്സ്. വെറുതെ ഇറങ്ങിയതാണ്. ഇത് കഴിഞ്ഞിട്ടില്ല ഗൈസ്, ഇനിയുണ്ട് പർച്ചേസിന് കുറേ സാധനങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ചേട്ടൻ കുറേ സാധനങ്ങൾ മേടിച്ചു തരാന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പം അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ വെറുതെ ഓഫായതുകൊണ്ട് വെറുതെ ഇറങ്ങിയതാണ്. എന്തെങ്കിലും കാണുമ്പോൾ മേടിക്കുക, അത്ര എല്ലാം പ്ലാൻ ചെയ്തിട്ട് എന്നെ മേടിക്കാൻ വേണ്ടി വന്നൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ മേടിക്കുക, കാണുക. ഞാൻ വന്നിട്ടുണ്ട്, ഏട്ടനും വന്നിട്ടുണ്ട്, രണ്ടുപേരും വേറെ വേറെ വന്നിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരുമിച്ച് സഹായിക്കുന്നത്. ഞങ്ങൾ കാണിച്ചു തരാം ഗൈസ് എങ്ങനെയുണ്ട്. അടിപൊളിയാണ്, കാണണം. നിങ്ങൾ ആരെങ്കിലും ഇതുവഴിക്ക് വരുന്ന സമയത്ത് സഹാറ സെൻറ്ററിലൊക്കെ ഇതൊരു മോളാണ് സംഭവം. ഒന്ന് കാണിച്ചെടുത്ത് അല്ലാണ്ട് ഒരു മോളെന്നല്ലേ സഹാറ സെൻറ്റർ എല്ലാം ഉണ്ടാവും. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന് പറയുന്ന പോലെ എല്ലാ സംഭവങ്ങളും ഇതിൻ്റെ. ആക്ച്വലി അതായിരുന്നില്ല ഇൻട്രോ, ഞാൻ വേറെ ഇൻട്രോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ഉള്ളതുകൊണ്ട് ഞാൻ അതെടുക്കാൻ പറ്റിയില്ല. ഇതാണ് ഞങ്ങൾ ആദ്യം പോയിട്ടുള്ള ഷോപ്പ്, ബ്രാൻഡ്ലെസ് എന്ന് പറഞ്ഞിട്ട്. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സംഭവങ്ങൾ, കുറച്ച് റേറ്റ് കുറവിലുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് എല്ലാം ഉണ്ട്. ഷൂ, സോക്സ്, സംഭവങ്ങൾ എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. സൂപ്പർമാനാണ് ഗൈസ്, സൂപ്പർമാൻ. എന്തോ ചെയ്യാൻ, കുട്ടികളെ മാറിയിട്ടില്ല കുട്ടികളെ. ഇതൊന്നും ഇവിടെ നിന്നൊന്നും ഞങ്ങളൊന്നും എടുത്തില്ല കേട്ടോ. ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം ഏട്ടനൊരു ഷൂ ആയിരുന്നു, ഫോർമൽ ഷൂ. അത് കുറേ തപ്പി, പക്ഷേ കിട്ടിയില്ല. ഒന്ന് രണ്ടെണ്ണമൊക്കെ കിട്ടി, പക്ഷെ അത് എത്രത്തോളം സ്യൂട്ടാവുമെന്ന് അറിയാത്തത് കൊണ്ട് എടുത്തില്ല. പിന്നെ ഞാൻ കുറച്ച് ഹൈ ഹീൽസൊക്കെ ട്രൈ ചെയ്ത് നോക്കി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ഹൈ ഹീൽസ് ഇടാൻ വേണ്ടിയിട്ട്, പക്ഷേ ഇതുവരെ മേടിച്ചിട്ടില്ല. ഇട്ട് കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. എന്തോ ചെയ്യാനാണ് ഗൈസ്. അത് ഇപ്പോൾ ഇട്ടത് ഒരു സ്റ്റൂളിൽ കയറി നിന്നൊരു ഫീലായിരുന്നു. പക്ഷെ അതൊന്നും എന്നെ കൊണ്ട് താങ്ങില്ല ഗൈസ്. പക്ഷേ ഞാൻ കുറച്ച് ഷോ ഒക്കെ കാണിച്ചു. എനിക്കിഷ്ടമാണ് ഇടാൻ വേണ്ടിയിട്ട്, വെറുതെ ഇട്ടിട്ട് ഫോട്ടോ എടുക്കാൻ മാത്രം. പക്ഷേ എന്നെയും കൊണ്ട് അതിട്ടിട്ട് നടക്കാൻ പറ്റില്ല. പക്ഷേ ഞാനത് ഒരു നാൾ ഞാൻ ട്രൈ ചെയ്യും. പിന്നെ നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ കാണാനല്ല, ഞങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ ഒരു പാർക്ക് പോലുള്ളൊരു സെറ്റപ്പാണ്. ഭയങ്കര ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഫുള്ള് ഇരുട്ടാണ് ഗൈസ്. ഞങ്ങളിതിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ടാവും, 1-2 തവണ വന്നിട്ടുണ്ട്. നമ്മൾ പൈസയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇരുന്ന് ഗെയിം കളിക്കാം. കുട്ടികളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവരതിൻ്റെ ഉള്ളിലോട്ട് അയച്ചു വിട്ടാൽ മതി. നമുക്ക് പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അവരെ കൊണ്ട് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ ഇച്ചിരി പൈസ വേണമെന്ന് മാത്രം. പൈസ അല്ലാതെ ഒന്നും നടക്കില്ല ഗൈസ്. ഇതൊന്നും എന്താണെന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ കൂടെ ഒരു കുഞ്ഞുവാവ ഉള്ളത് കൊണ്ട് എന്ത് കണ്ടാലും എനിക്കിത് വേണം, എനിക്കിതിൽ കയറണം പറഞ്ഞിട്ട് വാശിയായിരുന്നു. അതിനെ പിടിച്ചിട്ട് വലിച്ചിട്ടാണ് അതിൻ്റെ പുറത്തോട്ട് കൊണ്ടുപോയത്. അതുകൊണ്ട് എനിക്കത് നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. എനിക്കതിൽ വേണം, എനിക്കിത് കയറണം പറഞ്ഞിട്ട് നടക്കരുത്. സത്യമായിട്ടും ഗൈസ്, എന്താ ചെയ്യാൻ. ബുദ്ധിക്കൊരു 10-60-70 വയസ്സ് കമ്മിയുള്ളൊരു കെട്ടിയോനാണ് ഗൈസ് എനിക്ക് കിട്ടിയത്. ഇവിടെ ഒരു ചെക്കന് ചെയ്തിട്ട് മാരക ഡ്രൈവിങ്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അവൻ ഒരു പ്രൊഫഷണൽ റൈഡറിനെ പോലെയായിരുന്നു വണ്ടിയൊക്കെ ഓടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നമ്മൾക്ക് ഇങ്ങനെ അവർ ഓടിക്കുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് കണ്ട്, അപ്പോൾ വീഡിയോ എടുത്തു. ഇത് ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ പോയി താഴത്തോട്ട് ഇങ്ങനെ വരുന്ന സാധനം, നമ്മുടെ മറ്റേ വണ്ടർല അങ്ങനത്തെ സംഭവം അവിടെയൊക്കെ ഉണ്ടാകുന്ന അതേ സാധനം. പക്ഷെ അത് ഫുള്ളായിട്ട് മുകളിൽ പോയിട്ട് താഴത്തോട്ട് വരില്ല. മുകളിൽ പോവുക, കുറച്ച് താഴെ വരിക. അങ്ങനെ കുട്ടികളൊക്കെ അലറി വിളിക്കുമായിരുന്നു. ഈ കുഞ്ഞ് കുട്ടികൾക്കൊക്കെ കയറാൻ പറ്റിയ അങ്ങനത്തെ സംഭവങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് കയറാൻ പറ്റില്ല ഗൈസ്, സാരല്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറൊരു ഷൂവിൻ്റെ ഷോപ്പിൽ കയറി. ഓ ഗോഡ്, R&B പറഞ്ഞിട്ടൊരു ഷോപ്പിൽ. അവിടെ അത്യാവശ്യം നമുക്ക് ഗേൾസിനൊക്കെ പറ്റിയിട്ടുള്ള ഫാൻസി അങ്ങനത്തെ ആക്സസറീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുന്ന് ഈ ഷൂ ആണ് ആൾ നോക്കുന്നത്. ആൾക്കത് വേണമെന്നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ അത് നമ്മുടെ ആളുടെ യൂണിഫോമിന് അത്രയും മാച്ച് ആവുമെന്ന് അതിൽ നമുക്ക് സംശയമായിരുന്നു. ഇരിക്കുന്ന ബ്രൗൺ കളർ നല്ല ഭംഗിയുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. പക്ഷെ അത് എത്രത്തോളം സ്യൂട്ടാവും എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ലാത്തത് കൊണ്ട് എടുത്തില്ല. പക്ഷേ നല്ല ഷൂ ആയിരുന്നു. ഒരു ദിവസം നോക്കിയിട്ട് അത് മേടിക്കണം. ആളുടെ ബ്ലൂ കളർ യൂണിഫോം, അപ്പോൾ അത് എത്രത്തോളം മാച്ച് ആവുമെന്നറിയില്ല. അപ്പോൾ ഞങ്ങൾ മേടിച്ചു, 1-2 സാധനങ്ങളൊക്കെ മേടിച്ചു. ഞങ്ങൾ പറഞ്ഞല്ലോ ഹെയർ ബാൻഡ്, ഹെയർ ബോ, സോക്സ്.
അത് മാത്രമേ മേടിച്ചുള്ളൂ. അതിൻ്റെ പുറത്തുള്ള ഒരു വ്യൂ ആണിത്. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് അവിടെ വന്നിട്ട് കുറച്ച് നേരമൊക്കെ ഇരുന്ന് വർത്താനം പറയാം. കാറ്റൊക്കെ കൊണ്ടെന്നല്ല AC ഒക്കെ കൊണ്ടിട്ട് അങ്ങനെ ഇരിക്കാം. നല്ല രസമുള്ളൊരു സെൻട്രൽ പോർഷനാണ്. ഇവിടെ ഭയങ്കര തള്ളലാണ് ഇവള്. ഇവിടുത്തെ നമ്മൾ ഇവിടെ നിന്ന് കഴിക്കുന്നതിലല്ല കാര്യം, ഇവിടുത്തെ ആംബിയൻസ് ആണ്. ഇതുവഴി കയറാം. ആംബിയൻസ് ആണ് സൂപ്പർ. എന്തെന്ന് പറയുക, ഭയങ്കര ഇവിടെ ബാക്കി എല്ലാ വഴി ഇവള് മറക്കും. ഇങ്ങനെ എന്തെങ്കിലും തിന്നാനും കുടിക്കാനുള്ള വഴി അത് ഏത് പാതിരാത്രി അവളോട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഏത് കോർണറിൽ പോയിട്ട് ഇന്ന സ്ഥലത്തേക്ക് എങ്ങനെ പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എത്താനുള്ള വഴി ഇതേ ഇവള് പറഞ്ഞുതരും. ഞങ്ങൾ ബബിൾ ടീ മേടിച്ച്. ഇതെങ്ങനെ സംഭവം എന്ന് അറിയാമോ? ഇത് ഇവരുടെ ഇന്നത്തെ എന്താണ് 6th ആനിവേഴ്സറിയുടെ ഇന്നാണോ? 6th ആനിവേഴ്സറിയെ സംബന്ധിച്ചിട്ട് ഒന്നിന് അങ്ങനെയും പറയാം, ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ. അപ്പോൾ ഞാൻ ചോക്ലേറ്റ് മേടിച്ച്, താൻ ഏതാ പാഷൻ ഫ്രൂട്ടാ അത് മേടിച്ച്. എനിക്ക് മേടിച്ചപ്പോൾ അതിൻ്റെ ഓസിക്ക് ഇയാൾക്ക് ഒരെണ്ണം കിട്ടി. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാം, കുടിച്ച് നോക്കിയിട്ട് പറയാം. കുഴപ്പമില്ല. ഇനി ഞാൻ എൻ്റെ ഇത് കുടിക്കട്ടെ കേട്ടോ. ഞാൻ കുടിച്ചിട്ടുള്ളതാണ്. എന്നാലും നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭാര്യമാരെ കൊണ്ട് ഇതേപോലെ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മേടിക്കാൻ അവർ സമ്മതിക്കില്ല. ഓർക്ക് ഇഷ്ടമുള്ളത് മേടിക്കാനേ അവർ സമ്മതിക്കുള്ളൂ. കാരണം അവർക്ക് വെവ്വേറെ സാധനങ്ങൾ ട്രൈ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണ്. അത് കാരണമാണ് എനിക്ക് പാഷൻ ഫ്രൂട്ടും അവൾക്ക് ചോക്ലേറ്റും. ഞാൻ അങ്ങനെയല്ല. രണ്ട് സാധനം മേടിച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് ഇഷ്ടമല്ലെങ്കിൽ മറ്റെടുക്കാലോ. അല്ലെങ്കിൽ നിങ്ങൾ തന്നെയാണല്ലോ എടുക്കുന്നത്. ഇതാണ് സംഭവം. ബൂബി. ഇതിൻ്റെ ആംബിയൻസ് ഞാൻ കാണിച്ചു തരാം. അപ്പോഴത്തെ കുറച്ച് മദാമകളാണ്, ഞാൻ അവരെ കാണിക്കുള്ള. ഇതിൻ്റെ താഴെ എന്തോ കേക്കിൻ്റെയും പേസ്ട്രീൻ്റെ ഒക്കെ. ബാക്കിൽ കാണുന്നതാണ് ഓവോ സിനിമാസ്. ഞങ്ങൾ ഓണത്തിന് ഞങ്ങൾ സദ്യ കഴിച്ചിട്ട് ഇവിടേക്ക് വന്നിട്ടാണ് നേരം കണ്ടത്. നല്ല തിയേറ്ററാണ്. ഇവിടെ അധികം മലയാളികളെ വരുള്ളൂ ഈ തിയേറ്ററിൽ അല്ലേ. പിന്നെ ഇത് ഫർണിച്ചർ ഷോപ്പാണ്. പക്ഷെ നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. അറേഞ്ച് ചെയ്തിരിക്കണത് കണ്ടാ, ഒരു 5 സ്റ്റാർ ഹോട്ടൽ സെറ്റപ്പ് അല്ലേ. ഇത്രയും കണ്ടപ്പോഴേക്കും രാത്രി ഒരുപാട് ലേറ്റായി ഗൈസ്. അപ്പോൾ ഞങ്ങൾക്ക് വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് ചാച്ചു ഉറങ്ങണം. ഇനി അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടുള്ള ഒരു സംഭവം വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും കാണാം. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.